ഇനി മറ്റൊന്ന് അറബിക്കടലിൽ മുങ്ങിയ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ അടിഞ്ഞത് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഇത് കൊല്ലത്ത് തീരത്ത് അടിഞ്ഞ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്നത് വൈകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കരയിലൂടെയും കടലിലൂടെയും ഈ കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്നതിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. തീരത്തടിഞ്ഞവ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മുറിച്ചു മാറ്റി കൊണ്ടുപോകാനുള്ള ആലോചന കൂടിയുണ്ട്. 34 കണ്ടെയ്നറുകളാണ് ഇന്നലെ കൊല്ലം ആലപ്പുഴ തീരങ്ങളിലായി കരയ്ക്ക് അടിഞ്ഞതും. മനോജ് ചേരുകയാണ്. തിരുമുല്ല വാരത്ത് നിന്നാണ് മനോജ് ഉള്ളത്. മനോജ്, എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? അനു, ഈ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്നത് വൈകുമെന്ന് തന്നെയാണ് അവസാനമായി പറയാൻ കഴിയുന്നത്. കാരണം ഈ കടൽ മാർഗം കഴിഞ്ഞ ദിവസം പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു കണ്ടെയ്നർ, ഒഴുകി നടന്ന കണ്ടെയ്നർ പോർട്ടിലേക്ക് എത്തിച്ചിരുന്നുവെങ്കിലും അത് വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. കാരണം കടൽ പ്രക്ഷുബ്ധമാണ്, കാറ്റും തിരയും ഒക്കെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ബോട്ട് ഇറക്കി വലിച്ചു കൊണ്ടുപോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അതോടൊപ്പം തന്നെ കരയ്ക്ക് അടിഞ്ഞിരിക്കുന്ന കണ്ടെയ്നറുകളും കൊണ്ടുപോകുന്നത് റോഡ് മാർഗം കൊണ്ടുപോകാനായിരുന്നു ആദ്യം തീരുമാനം. പക്ഷേ റോഡ് മാർഗം കൊണ്ടുപോകുന്നതിൽ അതിലുമേറെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ശ്രമം വേണ്ട എന്ന് വെച്ചത്. പിന്നീട് കടൽ മാർഗം ഒരു ശ്രമം നടത്തിയത്. പക്ഷേ ഇതിലും ബുദ്ധിമുട്ട് നേരിട്ടത് കൊണ്ട് ഇനി കണ്ടെയ്നർ പൊളിച്ചു നീക്കാൻ, അതായത് ഗ്യാസ് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് മുറിച്ചു മാറ്റി കൊണ്ടുപോകാനുള്ള ഒരു ആലോചനയുമുണ്ട്. ഇത്തരത്തിൽ പല രീതിയിലുമുള്ള ആലോചന നടക്കുന്നുണ്ട്, അനുമതിക്കായി കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷേ ഏത് തരത്തിലാണ് ഇത് വിജയകരമാക്കുക എന്നുള്ളതിനെ കുറിച്ചാണ്. കാരണം കഴിഞ്ഞ ദിവസവും ഈ ഒരു ശ്രമം നടത്തിയപ്പോഴുള്ള ബുദ്ധിമുട്ട് അത് ഈ ടീം അംഗങ്ങളൊക്കെ പറയുകയുണ്ടായി. എന്തായാലും ഇനി ഈ ശ്രമങ്ങളൊക്കെ നടക്കുക, അതായത് ചർച്ചകൾക്കൊടുവിലായിരിക്കും. ഈ ഒരു കണ്ടെയ്നറുകൾ നിരവധിയായി വന്ന് അടിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് കഴിഞ്ഞ ദിവസം കണക്കനുസരിച്ച് തന്നെ 34ഓളം കണ്ടെയ്നറുകൾ ഈ കൊല്ലത്തെ വിവിധ തീരങ്ങളിലേക്ക് അടിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പല അവശിഷ്ടങ്ങളും കിടക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് തിരുമുല്ലവാരം ഭാഗത്ത് വന്ന് അടിഞ്ഞിരിക്കുന്ന ഈ കണ്ടെയ്നറുകളിൽ നിന്നുള്ള കെട്ടുകളാണ്. അതിൽ ഈ കോട്ടൺ എന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും പരിശോധനയൊക്കെ നടത്തുന്നുണ്ട്. എങ്കിലും ഈ ജനങ്ങളോട് കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സാധനങ്ങൾ വന്നു ചേർന്നാൽ അതിൽ അടുത്തേക്ക് പോകരുത്, തുടരുത് എന്നുള്ള കാര്യം. ഇതിന് സമീപത്തായിട്ട് തന്നെ മറ്റൊരിടത്ത് തടികൾ ഒഴുകിയെത്തിയപ്പോൾ, അതായത് ഈ കപ്പലിലുണ്ടായതെന്ന് കരുതുന്ന, ഈ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നെന്ന് കരുതുന്ന ചെറിയ തടികൾ അതൊന്നിച്ച് എത്തിയപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ചേർന്ന് ആ തടികൾ എടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാകരുത് എന്നുള്ള കാര്യം തന്നെയാണ് പോലീസ് അടക്കം നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും കണ്ടെയ്നർ നീക്കം ചെയ്യുന്ന കാര്യത്തിൽ അധികൃതരും ഇത്തരത്തിലൊരു ശ്രമം പരാജയപ്പെട്ടു എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം പോർട്ടിലേക്ക് എത്തിച്ചെങ്കിലും അത് വലിയ ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടാണ് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ എല്ലാ കണ്ടെയ്നറുകളും എത്തിക്കാനുള്ള ശ്രമം അത് നടക്കില്ല. ഇനിയും ഒഴുകിയെത്തുന്ന കണ്ടെയ്നറുകൾ ഉണ്ടെങ്കിൽ അത് അത്തരത്തിൽ വലിച്ചുകൊണ്ട് പോകുവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കടൽ നമുക്കറിയാം, തിരയൊക്കെ വളരെ ശക്തമായി അടിക്കുന്ന ഒരു സമയം. ഈ സമയത്ത് ബോട്ട് ഇറക്കി ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. കസ്റ്റംസ് സംഘം ഉൾപ്പെടെ ജില്ലയിലുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകൾ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുന്നുണ്ട്. ഏതൊക്കെ തരത്തിലാണ് ഈ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുക എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ ചർച്ചയുണ്ടായി. അതിലാണ് ഈ കടൽ മാർഗം കൊണ്ടുപോകാം, ഈ വേലി ഇറക്ക സമയത്ത് കൊണ്ടുപോകാമെന്നുള്ള ഒരു തീരുമാനമെത്തുന്നത്. പക്ഷേ അതും ഇങ്ങനെ ഈ ബുദ്ധിമുട്ടായതിനാൽ മറ്റൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് വരെയാണ്. അതായത് ഇനിയും താമസം എടുക്കുമെന്ന് തന്നെയാണ് നമ്മളോട് വ്യക്തമാക്കുന്നത്. കാരണം ഒരുപാട് കണ്ടെയ്നറുകളുണ്ട്, അതിൻ്റെ ഭാരവും അതോടൊപ്പം തന്നെ ഈ മണ്ണിൽ അടിഞ്ഞു ചേർന്നവയും ഒക്കെ കണക്കാക്കി തന്നെയാണ് ഇനി അത് എത്തരത്തിലാണ് പൊളിച്ചു നീക്കാൻ ഉള്ള ഒരു ശ്രമം കൂടെ നടത്തുന്നത്. എന്തായാലും ഈ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ കണ്ടെയ്നറിൻ്റെ ഒരു ഭാഗമാണ് വന്ന് ഈ കരയ്ക്ക് അടിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെയും കണ്ടെയ്നറുകളൊക്കെ അടിഞ്ഞിരുന്നു. അപ്പുറത്തെ വശത്തേക്ക് പിന്നീട് ആ കണ്ടെയ്നർ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഈ ഒരു സാഹചര്യം കണക്കിലെടുത്ത്, കടലിൻ്റെ ഈ ഒരു അവസ്ഥയും കണക്കിലെടുത്താണ് ഇത്തരത്തിലൊരു തീരുമാനം. അതായത് പെട്ടെന്നൊരു നീക്കം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഇന്നും രാവിലെ മുതൽ ഈ കണ്ടെയ്നർ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാകുമെന്നാണ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നത്. പക്ഷേ ആ ഒരു സാഹചര്യമല്ല ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും ഇനിയും സമയം വൈകുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കൃത്യമായിട്ടുള്ള ജില്ലാ ഭരണകൂടത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഈ മറ്റ് വിഭാഗങ്ങളുമൊക്കെ
വകുപ്പുകളോടുമൊക്കെ ചർച്ച ചെയ്ത് മാത്രമേ ഇതിൽ കൃത്യമായൊരു തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ. 2 തീരുമാനമാണ് ഉണ്ടായത്. ഒന്നുകിൽ റോഡ് മാർഗം അല്ലെങ്കിൽ കടൽ മാർഗം. ഈ രണ്ടും വലിയ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഈ വലിയ കണ്ടെയ്നറുകളാണ്. ഈ കണ്ടെയ്നറുകൾ ഈ തീരത്തുകൂടെ കൊണ്ടുപോകുന്നതിലൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊളിച്ചു നീക്കി കൊണ്ടുപോവുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് തന്നെ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്.